നോർത്ത് ഇന്ത്യയിലെ ഒരു കിഡിലൻ സ്ട്രീറ്റ് ഫുഡാണ് പാവ് ബജി. മലയാളികളുടെ എപ്പോഴത്തെയും പ്രിയപ്പെട്ടൊരു സ്ട്രീറ്റ് ഫുഡ് തന്നെയാണ് പാവ് ബജി. അപ്പോൾ പാവ് ബജിയുടെ വീഡിയോ നമ്മൾ പാരഡൈസ് ഓഫ് കുക്കിംഗ് എന്ന ചാനലിൽ പണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അതിൽ സബ് ടൈറ്റിൽ മാത്രമേ കൊടുത്തിട്ടുള്ളായിരുന്നു, വോയിസ് ഓവറൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് വോയിസ് ഓവറും കൂടെ ചെയ്ത് അടിപൊളിയാക്കണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മളൊന്നും കൂടെ ആ ഒരു സെയിം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ കാണാൻ പറ്റുമ്പം പരസ്യം വല്ലതും വന്നായിരുന്നു നമ്മുടെ ചാനലിൽ? ആഡ് വല്ലതും വന്നായിരുന്നോ? ഇല്ലേ? എന്തായാലും നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ അപ്രൂവ് ആയിട്ടുണ്ട്, മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട്. അതായത് യൂട്യൂബ് കമ്മ്യൂണിറ്റിയുടെ ക്രൈറ്റീരിയ അനുസരിച്ച് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും 4000 മണിക്കൂർ വാച്ച് അവേഴ്സും കൂടെ കിട്ടുമ്പോഴാണ് ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആകുന്നത്. ഇപ്പോൾ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കുറച്ചാൾ മുന്നേ ആയിരുന്നു, പക്ഷേ 4000 മണിക്കൂർ വാച്ച് കണ്ടന്റ് ഇതുവരെയും തയ്ക്കാൻ സാധിച്ചില്ലായിരുന്നു. അപ്പോൾ ഒരു 5 ദിവസം മുന്നെയാണ് 4000 മണിക്കൂർ ആയത്, വാച്ച് കണ്ടന്റ് ആയത്. അപ്പോൾ ഞാൻ അപ്പം തന്നെ അപ്ലൈ ചെയ്തു. ഇപ്പോൾ ഈ കൊറോണയൊക്കെ കാരണം യൂട്യൂബ് കമ്മ്യൂണിറ്റി ലാഗ് അടിപ്പിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവർ അധികം ലാഗ് അടിപ്പിച്ചില്ല. 2 ദിവസത്തിനുള്ളിൽ എനിക്ക് മെയിൽ വന്നു, മോണിറ്റൈസേഷൻ അപ്രൂവ് ആയെന്നുള്ള മെയിൽ വന്നു. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്, കാരണം ഇത്രയും കഷ്ടപ്പെട്ടതിനൊരു ഫലം കിട്ടിയത് ഇപ്പോഴാണ്. നമ്മൾ 10ാമത്തെ മാസം തുടക്കമാണ്, നമുക്ക് ചാനൽ തുടങ്ങിയിട്ട് 10ാമത്തെ മാസം തുടക്കമാണ് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നത്. അപ്പോൾ മോണിറ്റൈസേഷൻ കിട്ടാൻ സഹായിച്ച ഓരോ സബ്സ്ക്രൈബേഴ്സിനോടും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അധികം ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ യൂട്യൂബ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അറിയിക്കും, അല്ലെങ്കിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തിയാലും മതി. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബജിയാണ്. ബജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാറ് പൊല്ലിക്കുന്ന ആ ഒരു ഗ്രേവിയാണ് ബജി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒരു തവ എടുക്കുന്നുണ്ട്, തവയിലേക്ക് ഒരു ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ഒരു 4 ചെറിയ തക്കാളി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് എരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, വേവിച്ച് മാഷ് ചെയ്ത് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പം വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഇപ്പം കോളിഫ്ലവർ എടുക്കാം, ഗ്രീൻ പീസ് എടുക്കാം, എന്താണെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം നമുക്കൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 10-12 മിനിറ്റോളം കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏതാണ്ട് ഈ ഒരു അവസ്ഥയായിരിക്കും കിട്ടുക. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. ഇനി നമുക്കൊരു തവിയുടെ അറ്റം വെച്ച് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് നമുക്ക് നന്നായിട്ട് മാഷ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഒന്ന് ഉടയ്ക്കുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് കശ്മീരി എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പാവ് ബജി മസാല, അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാവ് ബജി മസാല എന്ന് പറയുന്നത് ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുന്നൊരു മസാല പൗഡറാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ മസാലയൊക്കെ നമുക്ക് സൈഡിലോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. സൈഡിലോട്ടൊന്ന് മാറ്റുക. കറക്റ്റ് ഒരു സ്ട്രീറ്റ് സ്റ്റൈലിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു നടുക്ക് പോർഷനിൽ ഒരു ക്യൂബ് ബട്ടർ നിങ്ങൾ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ പാവ് ബജി മസാലയും, അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇടുക. കസൂരി മേത്തി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തതിന് ശേഷം അതിന് മുകളിലേക്ക് ഒരു 1/2 കപ്പ് 1/4 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ഒരു നടുക്കത്തെ പോർഷൻ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എല്ലാ മസാലയും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇവിടെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. നമുക്കിനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്കൊന്ന് ഗ്രേവി പരുവത്തിൽ കിട്ടാൻ വേണ്ടിയാണ് നമുക്കൊന്ന് കവർ ചെയ്തൊന്ന് കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 4-5 മിനിറ്റ് നിങ്ങളൊന്ന് തിളപ്പിക്കുക. ഇനിയും കുറച്ച് സ്ഥലത്ത് കൂടെ ഒന്ന് ഉടയാനുണ്ട്. നമുക്കൊരു തവിയുടെ അറ്റം വെച്ച് ഒന്നും കൂടെ നമുക്കൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. ഏകദേശം മസാല ഇവിടെ റെഡിയാകാറായിട്ടുണ്ട്. നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടി കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു മസാല എന്ന് പറയുന്നത് ചാറ് പോലെ ഇരിക്കണം, അതുകൊണ്ടാണ്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ ഒരു ക്യൂബ് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുക. സംഭവം റെഡി. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പാവിൻ്റെ ഒരു പ്രിപ്പറേഷനാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു തവ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്.
നമുക്കതിന് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പാവ് ബജി മസാല, കുറച്ച് മല്ലിയില, ഇത്രയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് നമുക്ക് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ മസാലയൊക്കെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നതിന് ശേഷം ഞാനിവിടെ ബണ്ണാണ് എടുക്കുന്നത്. ബണ്ണ് ആ ഒരു പാവിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്താണ്. പാവൊന്നും നമുക്കിവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ബണ്ണ് വെച്ചാണ് യൂസ് ചെയ്യുന്നത്. ബണ്ണ് വെച്ച് എടുത്താലും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആ ബണ്ണിലേക്ക് ഈ ഒരു മസാലയൊക്കെ നമുക്ക് 2 സൈഡിലും നന്നായിട്ടൊന്ന് പിടിപ്പിക്കാം. അപ്പോൾ ഇത്രയും സിമ്പിൾ സ്റ്റെപ്പാണ് പാവ് ബജി ഉണ്ടാക്കാൻ. നമ്മുടെ പാവ് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗാർണിഷിങ്ങിനായിട്ട് 2 നാരങ്ങയും അതുപോലെ തന്നെ ചെറുതായിട്ട് എരിഞ്ഞ സവോളയും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ആ ഒരു സ്ട്രീറ്റിൻ്റെ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു പാവ് ബജിയുടെ റെസിപ്പി നിങ്ങൾ എല്ലാവരും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അണ്ടിൽ ദെൻ ബൈ.